നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ പഞ്ചമത്തിൻ്റെ ദൈർഘ്യം, അതായത് ആ സസ്റ്റെയിൻ ലെവൽ കുറഞ്ഞ രാഗത്തെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ രീതിഗവള രാഗമാണ് ഞാൻ അതിൽ കർണാടക സംഗീതത്തിൻ്റെ പരാമർശിച്ചത്. കാരണം അതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടായ ഭാഗ്യശ്രീ അതിൻ്റെ ചെറിയൊരു കൗണ്ടർ പാർട്ട് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ആ രീതിഗവള ആ വീഡിയോയിൽ ചെയ്തത്. ബട്ട് ആക്ച്വലി രീതിഗവളയെക്കാളും പഞ്ചമത്തിൻ്റെ സാധ്യത, അതായത് പഞ്ചമത്തിൻ്റെ സസ്റ്റെയിൻ ലെവൽ തീരെ രീതിഗവള രാഗത്തെക്കാളും കുറഞ്ഞ ഒരു രാഗമാണ് ഇപ്പോൾ ഞാൻ വായിച്ച രാഗം നാട്ടക്കുറിഞ്ചി. സരി ഗമ നിധ നി പദ നി സ, വക്ര ആരോഹണം. സ നിധ മ ഗമ പഗരി സ, വക്ര അവരോഹണം. ഇതിൽ സരി ഗമ നിധ നി പദ നി സ, സ നിധ മ ഗ സ, ആ ഒരു അവരോഹണം എടുക്കുക. ഇങ്ങനെ ഒരു പാ സസ്റ്റെയിൻ തീരെ ചെയ്യാൻ പാടില്ല. രീതികളിൽ കുറച്ചാവാം, പക്ഷെ ഇതിൽ ഒട്ടും ആവാൻ പാടില്ല. ഈ രാഗത്തിൽ ഗമപഗരീസ പാ ഒന്ന് ടച്ച് ചെയ്യാനേ പാടുള്ളൂ. ല ല ല ല ല ധനി രി ധനി ധ പ ധനി ധ മ മ മ നി ധനി പ ധനി ധ മ ഗ രി ഗ മ പ ഗ രി സ രി ഗ മ നി ധനി പ ധനി ധ ധനി ല ല ല ല എന്ന് പോയാൽ ഹരിക്കാമ്പോജി ആയി പോവും. ല ല ല ല ല ല ല ല ല. ഈവൻ മധ്യമത്തിൽ പോലും നമുക്ക് രാഗം ഒരു ഫ്രേസിൽ അവസാനിപ്പിക്കാൻ പറ്റും. വളരെ ഭംഗിയുണ്ടാവും. അതാണ് ഈ രാഗത്തിനെ പറ്റി ഈ വീഡിയോയിൽ ഞാൻ തുടക്കം തന്നെ പറയാൻ കാരണം. ഇനി മറ്റൊരു സബ്ജക്റ്റിലേക്ക് ഞാൻ കിടക്കുകയാണ്. എൻ്റെ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ, അതായത് കഴിഞ്ഞ വീഡിയോൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഞ്ചരത്നം ആ ചരണ സാഹിത്യ സ്വരങ്ങൾ വരുമ്പോൾ വാദ്യക്കാർ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നുണ്ട്. പക്ഷേ അത് സ്വരമല്ലേ, രണ്ടാമതും വായിക്കുന്നത് സ്വരമല്ലേ, സാഹിത്യമല്ലല്ലോ എന്ന് പറയുന്നു. ഇതിൽ മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ സ്വരം വായിച്ചാലും സ്വരത്തിൻ്റെ സൗണ്ടാണോ വരുന്നത്? അല്ല, അവിടെ ആ ഒരു മൂളലാണ് വരുന്നത്. പണ്ട് ഈ വോക്കൽ ആർട്ടിസ്റ്റുമാർ പണ്ടൊക്കെ വയലിൻ വാദ്യത്തെ ഊമവാദ്യം എന്ന് പറഞ്ഞ് ചെറുതായിട്ട് കളിയാക്കിക്കൊണ്ടിരുന്നു. ഊമവാദ്യം, ആ സബ്ജക്റ്റിനെ പറ്റി ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം, എന്നെ ഓർമ്മപ്പെടുത്തിയാൽ മതി. ഈ ഊമവാദ്യം പറഞ്ഞാൽ അതൊരു മോശമായിട്ട് കാണുന്നതല്ല. കാരണം ഇവിടെ സ്വരങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും സ്വരത്തിൻ്റെ ടോണാണ് വരുന്നത്. രി ഗ മ ഗ സ, ആ ഒരു സൗണ്ടാണ് വരുന്നത്. ഇവിടെ സാഹിത്യം വന്നാലും സാഹിത്യം വരുന്നില്ല. പക്ഷേ സാഹിത്യമാണോ, സാഹിത്യമുള്ള വരികളാണോ, സ്വരങ്ങളാണോ എന്ന് വേർതിരിച്ച് വായിക്കാൻ ഒരു വിദ്യ വയലിനിലുണ്ട്. ഈ വയലിൻ പഠിക്കുമ്പോൾ പ്രാരംഭഘട്ടത്തിൽ ചില വരിശകളുണ്ട്. പക്ഷെ പൊതുവെ സരളി വരിശ, ദാട്ട് വരിശ, ജണ്ട വരിശ എന്നൊക്കെ അലങ്കാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വോക്കലിൻ്റെ ഒരു സിലബസ് മാത്രമാണ് വാദ്യങ്ങളിൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ വാദ്യങ്ങൾക്ക് മാത്രമായിട്ട് ചില
എക്സർസൈസുകൾ പ്രാരംഭഘട്ടത്തിൽ വായിക്കുന്നതായിട്ട്. അതിൽ താനവരിശ എന്നൊരു സംഭവമുണ്ട്, താന നടവരിശ എന്നൊരു സംഭവമുണ്ട്. ഇത് പലർക്കും അറിയില്ല. അത് എങ്ങനെ മനസ്സിലാക്കുന്നു? നമുക്ക് വർണ്ണങ്ങളുണ്ട്. അപ്പോൾ ആദിതാള വർണ്ണങ്ങൾ ഇന്ന രാഗത്തിലെ വർണ്ണങ്ങളെന്ന് പറയും. പക്ഷെ അതിൻ്റെ മുഴുവൻ പേര് അതല്ല, ആദിതാള താനവർണ്ണം. ആദിതാള താനവർണ്ണം. ഈ താനം എന്ന് പറഞ്ഞാൽ എന്താ? രാഗം, താനം, പല്ലവി എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ താനം പാടുമ്പോൾ തലം ധനം ധനം ഈ ഒരു താനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് എവിടെ നിന്ന് വരുന്നു? ആദിതാള താനവർണ്ണത്തിൽ നിന്ന് വരുന്നു. വർണ്ണങ്ങൾ നമുക്ക് ഒന്നാം കാലത്തിൽ നമുക്ക് നൊട്ടേഷൻ കിട്ടും. അത് നമ്മൾ രണ്ടാം കാലത്തിൽ വായിക്കുകയാണ്. പക്ഷെ രണ്ടാം കാലത്തിൽ വായിക്കുന്ന രീതിയാണ് താനം. ഇനി എന്താണ് താനം എന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ രാഗം, താനം, പല്ലവിയിലൊക്കെ കേൾക്കുന്ന ഒരു താനം ഞാനിവിടെ വായിക്കാം. പലരും ഇത് കട്ട് ബോസിൽ വായിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രാരംഭഘട്ടത്തിൽ ആദിതാള താനവർണ്ണങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കാത്തതുകൊണ്ട്. ഞാനും വളരെ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ഇങ്ങനെ, കുട്ടികൾ മുതൽ ആ ഒരു തട്ട് കിട്ടില്ല. ആ തട്ട് എവിടെ നിന്ന് കിട്ടുന്നു? വർണ്ണത്തിൽ നിന്ന് കിട്ടും. ഇവിടെ നാട്ടക്കുറിഞ്ചിൽ തന്നെ ആദിതാള പദവർണ്ണമുണ്ട്. ഇപ്പോൾ അപ്പോൾ ഈ തട്ടിലാണ് നമ്മൾ താനം പഠിക്കുന്നത്. ഈ തട്ട് വായിക്കാൻ വേണ്ടി ഒരുപാട് വരിശകളുണ്ട്, താന നടവരിശകളുണ്ട്. ഈ ഒരു മെത്തഡാണ് നമ്മൾ പഞ്ചരത്നത്തിനെ വായിക്കാൻ പഠിക്കുന്നത്. ഇപ്പോൾ ഈ വിധത്തിലാണ് സാഹിത്യം ഉൾക്കൊണ്ട സ്വരങ്ങൾ മാത്രം വായിക്കുന്ന വയലിൻ്റെ രീതി. ഇത് പലരും പ്രയോജനപ്പെടുത്താറില്ല. MS ഗോപാലകൃഷ്ണൻ എന്ന നമ്മുടെ വയലിൻ്റെ ഗോഡ് ഓഫ് വയലിൻ, അദ്ദേഹം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ താണബോ വളരെ സ്പെഷ്യാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ വയലിൻ. അപ്പോൾ ആ രീതിയിലാണ് ആ താണ ഉള്ള ഒരു വരിശ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ വരിശകൾ ഒരുപാടുണ്ട്. ആ വരിശകളൊക്കെ കറക്റ്റായിട്ട് വായിച്ചാൽ മാത്രമേ ട്രഡീഷണൽ നമുക്ക് ആദിതാള അടതാള താനവർണ്ണങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ന്യൂജൻ വർണ്ണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, അത് വായിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വർണ്ണങ്ങളാണ് ഒരു ഇൻസ്ട്രുമെൻ്റലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സർസൈസാണത്. ഇപ്പോൾ വോക്കൽ എക്സർസൈസിലും ഈ വർണ്ണം പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വർണ്ണം, മായാമാള ഗൗളരാഗത്തിലൊരു വർണ്ണം ഫോർ എക്സാമ്പിൾ എടുക്കുകയാണ്. അതിൽ
സരി ഗമ പദ നി സ സാ ഗ ഗ ഗ ധ നി സ നി ധ പ മ ഗ മ പ ധ നി ധ പ മ ഗ മ പ ധ മ പ ധ നി. മായാമാള ഗൗള ആദിതാള താനവർണം. ഇതിൽ സാഹിത്യം ശ്രീ രാജരാജേശ്വരി മാതംഗി, ഇങ്ങനെയാണ് സാഹിത്യം കിടക്കുന്നത്. ഇവിടെ സാഹിത്യത്തിന് മുമ്പ് സ്വരത്തിന് ഇടയിലും അകാരം വോക്കലിൽ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കും പഴയ ആൾക്കാരൊക്കെ. അതെന്തിനാ വെച്ചാൽ വോയിസ് സസ്റ്റെയിൻ ചെയ്യാനും അകാരസാധകം എന്ന് പറയും. ഇപ്പോൾ സ ഗ ഗ ഗ ഗ ഗ ധ നി ധ നി ധ പ മ ഗ മ പ ധ നി ധ പ മ ഗ മ പ ധ മ പ ധ നി ആ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ. ഞാനൊരു വോക്കലിസ്റ്റ് അല്ല, അതുകൊണ്ടാണ് എനിക്ക് പകുതിയിലെ ശ്വാസം എടുക്കേണ്ടി വന്നത്. ആക്ച്വലി ഒരു താളവട്ടം 2 താളവട്ടം ബ്രീത്തിനിൽ ഈ ഒരു താളവട്ടം പാടിയിരിക്കണം. അങ്ങനെ രണ്ടാമത്തെ താളവട്ടം ഇങ്ങനെ പാടുമ്പോൾ ഇങ്ങനെ വോയിസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് വോക്കൽ വർക്ക് ചെയ്യണതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും സാധിച്ചത്. ആക്ച്വൽ വോക്കൽ പഠിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഇതിനേക്കാളും വരണം. കാരണം ഈ വർണ്ണങ്ങളെല്ലാം വോയിസ് എക്സർസൈസാണ്, വോയിസ് സസ്റ്റെയിൻ ചെയ്യാനുള്ള എക്സർസൈസാണ്. വർണ്ണങ്ങളൊക്കെ അതുകൊണ്ടാണ് വർണ്ണവും കൃതിയും തമ്മിലുള്ള വ്യത്യാസം. കൃതിയിൽ ഒരുപാട് സാഹിത്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ സാഹിത്യം പറയുമ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഇടയിൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നടക്കും. അതേസമയം വാ തുറന്ന് മാത്രം പിടിച്ചാൽ എത്ര നേരം നിങ്ങൾക്ക് ബ്രീത്തിങ് ചെയ്യാൻ പറ്റും? ആ ഒരു എക്സർസൈസാണ് വർണ്ണം. ആ വർണ്ണത്തിലൂടെയാണ് വോക്കൽ കോഡ്, ആ ബ്രീത്ത് എക്സർസൈസ്, ആ ബ്രീത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്നത്. ആ വഴിക്ക് ചെയ്യാതെ ആ വർണ്ണങ്ങളെല്ലാം സാഹിത്യം കൊണ്ട് പറയുമ്പോൾ സാഹിത്യങ്ങളിൽ അകാരം കൂടുതലാണ്, സാഹിത്യത്തിന് എണ്ണം കുറവാണ്. അതാണ് കൃതിയും വർണ്ണവും തമ്മിലുള്ള വ്യത്യാസം. കൃതിയിൽ സാഹിത്യം കൂടുതലുണ്ടാവും, വർണ്ണത്തിൽ സാഹിത്യം കുറവായിരിക്കും, അകാരമാണ് ജാസ്തി. ഇവിടെ ശ്രീരാജരാജേശ്വരി, ശ്രീരാജരാജേശ്വരി, ഈ ശ്രീരാജരാജേശ്വരിയെ പലയിടത്തും റീഅറേഞ്ച് ചെയ്യാം. ശ്രീരാജരാജേശ്വരി. ഇനി ശ്രീരാജരാജേശ്വരി എങ്ങനെ വന്നാലും ശ്രീരാജരാജേശ്വരി നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്വാതന്ത്ര്യം വർണ്ണത്തിലുണ്ട്. അവിടെയാണ് സാഹിത്യ പ്രധാനമില്ല എന്ന് പറയുന്നത്. കാരണം ഇവിടെ വോക്കൽ എക്സർസൈസ് ചെയ്യാൻ അകാരം ചെയ്യണം വർണ്ണം. ആദ്യം ലഘു മാത്രമേ ശ്വാസം കിട്ടുള്ളൂ, പിന്നെ ദ്രുതം അതിൻ്റെ ശ്വാസം, പിന്നെ ഒരൊറ്റ ആ താളവട്ടം മുഴുവൻ ആ ശ്വാസത്തിൽ പാടണം. ഇനി ഈ വർണ്ണങ്ങൾ ആ വിധത്തിലാണ് ഓരോ ഇൻസ്ട്രുമെൻറ്റിനനുസരിച്ച്. ഇവിടെയൊക്കെ നമ്മൾ പലരും വർണ്ണം വായിക്കണ കണ്ടിട്ടുണ്ട്, സ്വരം മാത്രം വായിക്കും. അത് ഈ പാട്ടിലൂടെ വന്നതാണ്. ആദ്യം പാട്ടിലെ സ്വരമാണ് പറഞ്ഞു കൊടുക്കുക, പിന്നെ അകാരം പറഞ്ഞു കൊടുക്കാൻ മറക്കും, വേഗം സാഹിത്യത്തിലേക്ക് കടക്കും. പക്ഷെ ഒരു വയലിനിൽ വായിക്കുമ്പോൾ നമ്മൾ ബോല് വേണം വായിക്കാൻ. അതിനാണ് ഈ താന ബോ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ഈ വർണ്ണത്തിൻ്റെ പ്രത്യേകതകൾ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ. വോയിസ് സസ്റ്റെയിൻ ചെയ്യാൻ, താനം വായിക്കാൻ വയലിനിൽ, അതുപോലെ വീണയിൽ ആ ഒരു മീട്ടിലാണ് ബാലചന്ദ്രൊക്കെ വീണയിൽ വായിക്കുന്നത്. ഇന്നത്തെ പോലെ വീണയിൽ സസ്റ്റെയിനർ വെച്ചിട്ടല്ല. അന്നൊന്നും ട്രഡീഷണൽ വീണയിൽ ഒരു മീട്ടിലാണ് സ്വരങ്ങൾ വായിക്കുക.
ടാ ടാ ടാ. ഈ ഒരു മീട്ടിൽ വായിക്കും ഒരു വീണയിൽ. അപ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റിലും അതിൻ്റേതായ ടെക്നിക്സ് ഉണ്ട്, അതിൻ്റേതായ ടെക്നിക്കലായിട്ടുള്ള നല്ല എക്സ്പെർട്സിൻ്റെ അടുത്ത് കിട്ടുമ്പോഴാണ് ആ ഒരു വായിക്കാനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് വരുന്നത്. ഇതെല്ലാം പാഠ്യപദ്ധതികളിൽ പഠിക്കണം. അപ്പോൾ എന്തിനാണ് ഇത് എത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ, നേരത്തെ ആ ഒരു കമൻറ്റിൽ സാഹിത്യം നിറഞ്ഞ സ്വരങ്ങളാണോ വെറും സ്വരങ്ങളാണോ എന്ന് വയലിനിലൂടെ വായിക്കാൻ സാധിക്കും. അത് ആ ഇൻസ്ട്രുമെൻ്റലിസ്റ്റിന് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് പഠിച്ചവർക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും, സാധാരണക്കാർക്കും മനസ്സിലാവും. അത് ചിലപ്പോൾ ഓഡിയോയിൽ മാത്രം ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്ന ആൾക്ക് ഓഡിയോയിൽ മനസ്സിലാവും ഇത് ഒറ്റ ബോലാണോ കട്ട് ബോ ആണോ. അതിനെ കട്ട് ബോ എന്ന് പറയും. പിന്നെ ഒരു ബോൽ വായിക്കുന്നത്, ഒരു ബോൽ കൂടിയാണോ വായിക്കുന്നത് അതോ കട്ട് ബോസ് ആണോ ഉപയോഗിക്കുന്നത്. വീഡിയോ ആകുമ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോയിൽ വിദ്യാർത്ഥികൾക്കും കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും വാച്ച് ചെയ്തതിനും തരുന്ന സപ്പോർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നമസ്കാരം.